ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്. വാഴ 2 എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വാഴ ബോയ്സ്. നിങ്ങളെ ഈ റീൽസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫിലിമിലേക്ക് വരുമ്പോഴേക്കും, അതായത് മൊബൈലിൽ നമ്മൾ റീൽസ് ചെയ്ത് പിന്നെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ആരോ ഏട്ടാ, ഈ ഫസ്റ്റ് പാർട്ടിൽ ബേസിലായിട്ടുള്ള സീൻസിൽ ഇപ്പോൾ നല്ല അഭിപ്രായങ്ങൾ വന്നു, കുറച്ച് ട്രോൾസ് ഒക്കെ വന്നില്ലേ? അപ്പോ ഹാഷിർ എങ്ങനെ അത് എടുത്തു? പ്രണയം ഒന്നുമില്ലേ? ആയിക്കോട്ടെ. ഐ വിൽ ബി ഹിസ് ട്രാൻസ്ലേറ്റർ. ബേസിലേറ്ററായിട്ടുള്ള ആദ്യത്തെ സീനില് എങ്ങനെയായിരുന്നു അത്? ട്രോളൊക്കെ വന്നല്ലോ. അപ്പൊ അത് ആഷിർ എങ്ങനെ അത് കണ്ടു വിലയിരുത്തി? പറഞ്ഞിട്ട് പയ്യെ പറഞ്ഞു. അതിങ്ങനെ വിലയിരുത്തി എന്ന് ചോദിക്കാൻ വേണ്ടി, വിലയിരുത്താൻ വേണ്ടി നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി അത്ര ആ രീതിയിൽ അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അവർക്ക് അഭിപ്രായം പറയണതുണ്ടല്ലോ, നമ്മളെന്ത് പറയാനാണ്, നമ്മൾ ചെയ്യുക. മനസ്സിലായോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വാഴ കൊണ്ടുണ്ടാകുന്ന ഒരു 4 ഗുണങ്ങൾ. സദ്യ ഉണ്ടാക്കി കഴിക്കാം, പിന്നെ മറ്റേ തോരൻ വെക്കാം, പിന്നെ ചിപ്സ് നിങ്ങളുടെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളവർക്കാം? അത് ഉത്തരം പറ. ഇപ്പൊ എന്നെ കുറച്ച് ആൾക്കാരാണെങ്കിൽ അലന് വേറൊരു ഇത്, വിനായകന് വേറൊരു ഇത്, ചിലപ്പോ ഒരു പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്നെങ്കിലും പല രീതിയിൽ. ഞാൻ പറയാം, വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ.